ഹായ് ഓൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിലും പരീക്ഷകൾ, നമുക്ക് ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപത്തെ പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമാണ് ആനന്ദമഠം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ്, ബംഗാളാണ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? അൽ ഹിലാൽ ആരുടെ പത്രമാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആമുഖം ജവഹർലാൽ നെഹ്റു. ആമുഖം ജവഹർലാൽ നെഹ്റു ശരിയാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി ശരിയാണ്. ലക്ഷ്യപ്രമേയം BR അംബേദ്കർ തെറ്റാണ്. ലക്ഷ്യപ്രമേയം ആരാണ്? അത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. തെറ്റായിട്ടുള്ളത് ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത ദൃഢവും അയമുള്ളതുമായ ഭരണഘടനയാണ്. ശരിയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉണ്ട്. ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന തെറ്റാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ശരിയാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടുന്നത് 1, 2, 4 ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഏതാണ്? നോക്കിക്കേ. ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതൊക്കെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലയാണ്? ഓപ്ഷൻ ബി ആണ്, പാർലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്. സൗജന്യ നിയമസഹായം മൗലികാവകാശമാണോ? അല്ല. ലഹരി വസ്തുക്കളുടെ നിരോധനം മൗലികാവകാശത്തിൽ പെടുന്നതാണോ? അല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് മൗലികാവകാശങ്ങളിൽ പെടുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോയുടെ വാക്കുകളാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നത് പ്ലേറ്റോ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അത് ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്ര ഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ആരാണ്? വിദ്യയും വിത്തവും എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ ആരാണ്? ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അയ്യങ്കാളി കല്ലുമാല സമരം ശരിയാണ്.
ശ്രീനാരായണ ഗുരു അരിവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ ഐത്യത്തിനെതിരെ കിണറുകൾ കുഴിച്ചു ശരിയാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള തെറ്റാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്നു. പത്രം സ്ഥാപിച്ചത് ആരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ പ്രവർത്തിച്ചത് തിരുവിതാംകൂറാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി എവിടേക്കാണ്? തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രവർത്തിച്ചു ചർച്ച് മിഷൻ സൊസൈറ്റി. മലബാറിലാണെങ്കിലോ ബാസൽ ഇവാഞ്ചലിക്ക മിഷൻ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് എവിടെ പ്രവർത്തിച്ചത്? മലബാറിൽ പ്രവർത്തിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് മന്നത്ത് പത്മനാഭൻ എന്ത് നടത്തുന്നത്? സവർണ ജാഥ നടത്തുന്നത്. ഇത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1924 നവംബർ 1. 1924 നവംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? 1.25 കോടി മലയാളികൾ ആരുടെയാണ്? ഓപ്ഷൻ എ ആണ് EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 വന്ന ലോകസഭ എത്രാമത്തേതാണ്? ഓപ്ഷൻ സി ആണ് 18. 18ാമത്തെ ലോകസഭയാണ് 2024 നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ്. അത് ശരിയാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ശരിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ആണല്ലേ. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് സി ആണ്, 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചാന്ദ്രയാൻ ദൗത്യം. ഇതിന് ശരിയായ ഓർഡറിൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ ബഹിരാഗവേഷണ സമിതി നിലവിൽ വന്നു ആദ്യം. അതിനുശേഷം ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന വരുന്നു. ആര്യഭട്ട വിക്ഷേപിക്കുന്നു. ചാന്ദ്രയാൻ ദൗത്യം. അപ്പോൾ കറക്റ്റ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? നോക്കിക്കേ. ഫിലായി സോവിയറ്റ് യൂണിയൻ ശരിയാണ്. റൂർക്കേല ജർമ്മനി ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ്. ബൊക്കാറോ ഫ്രാൻസ് അത് തെറ്റാണല്ലേ. അപ്പോൾ ബൊക്കാറോ ഫ്രാൻസ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 4 ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അപ്പോൾ ബൊക്കാറോയ്ക്ക് ഏത് രാജ്യമാണ് ഹെൽപ്പ് ചെയ്തത്? അത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്, റഷ്യ തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1951-56 ആണ് പദ്ധതിയുടെ കാലയളവ്. ശരിയാണ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. തെറ്റാണല്ലേ. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. അത് ശരിയാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ബി ആണ്. 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ഇത് ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ പറഞ്ഞത്. ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഓപ്ഷൻ എ സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്? ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്നു ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പത്കായി കുന്നുകൾ വരും, അതുപോലെ തന്നെ മീസോ കുന്നുകൾ വരും, പത്കായി കുന്നുകൾ വരും, ഗാരോ ഖാസി കുന്നുകളാണ് വരുന്നത്. ഹിമാദ്രി വരുന്നത് കിഴക്കൻ മലനിരകളിൽ അല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് സി ആണ്. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. തെറ്റാണ്. അതെവിടെയാണ്? അത് കിഴക്കൻ തീരസമുദ്രത്തിലാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ശരിയാണ്. താരതമ്യേന വീതി കൂടുതലാണ്. തെറ്റാണ്. വീതി കുറവാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് സി ആണ്. 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിൽ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ് അല്ലേ. അറബിക്കടൽ ദ്വീപ് സമൂഹത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഓപ്ഷൻ, ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. അത് ശരിയാണ്. ആൻഡമാനിൽ ഏകദേശം എത്ര ദ്വീപുകൾ വരും? 200. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനം. ശരിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. തെറ്റാണ്. അപ്പോൾ ഉത്തരം വരുന്നത് 2, 3. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പാരാദ്വീപും ഹാൽഡിയാണ് കേട്ടോ കിഴക്കൻ തീരത്ത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടേതാണ്? ഓപ്ഷൻ എ ആണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര നദി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇവയിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വാഴച്ചാൽ തൃശ്ശൂർ ശരിയാണ്. ചീയപ്പാറ പത്തനംതിട്ട തെറ്റാണ്. എവിടെയാണ്? ഇടുക്കിയാണ് അല്ലേ. പാലരുവി കൊല്ലം ശരിയാണ്. തുഷാരഗിരി കോഴിക്കോട് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചീയപ്പാറ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ശരിയാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാറ്. അത് ശരിയാണ് അല്ലേ. കക്കിയും കല്ലാറ് പമ്പാ നദിയുടെ പോഷക നദിയാണ്. അടുത്തത്, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. എല്ലാം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. നോക്കിക്കേ, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. തെറ്റാണ്. അത് പാമ്പാടുംചോലയാണ്. വരയാളുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. തെറ്റാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദന ശേഷി 680 മെഗാവാട്ടാണ്. അത് തെറ്റാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 2, 4 ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. മലനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് മലനാടുകളുടെ ഉയരം. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. ശരിയാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. ശരിയാണ്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് എ ആണ്. 1 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. KT ജാവ് ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് ഇവരൊക്കെയാണ് അത്ലറ്റുകൾ. ഓപ്ഷൻ സി ആണ്. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. യോജിക്കാത്തവയാണ് കണ്ടെത്തേണ്ടത്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. അത് ശരിയാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി, അത് തെറ്റാണ്. ഔദ്യോഗിക മത്സ്യം മത്തി, അതും തെറ്റാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന, അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഡി ആണ്. ഇവിടെ 2, 3 തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ, ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ സി, പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ആണ് ദേശീയ ജലപാത 3. ജലപാത ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല കേട്ടോ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2023 ഓഗസ്റ്റ് 23. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് SK വസന്തൻ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വയസ്സ് വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? പദ്ധതി ഓപ്ഷൻ എ ആണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ഏക താരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വിരാട് കോഹ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ ഉണ്ട്. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ ഉണ്ട്. വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം ഉണ്ട്. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ ഉണ്ട്. ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് സർദാർ പട്ടേൽ, VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ഏതാണ്? അത് നെല്ലാണ് ഖാരിഫ് വിള. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ISRO സ്ഥാപിതമായ വർഷം. ISRO സ്ഥാപിതമായ വർഷം 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? അത് ബീഹാറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയത് ഓപ്ഷൻ ഡി 107 മെഡലുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. ഓപ്ഷൻ സി ആണ് ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് എവിടെയാണ്? അത് ചെവിയിലാണ്, ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം നിശാന്തത ശരിയാണ്. ബെറബെറി എന്ന രോഗത്തിന് കാരണം വൈറ്റമിൻ സി ആണ്, തെറ്റാണ്. വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത, അത് തെറ്റാണ്. അടുത്തത് ബെറിബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ്, അത് ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് 1ഉം 4ഉം ശരി. ബുദ്ധിമാൻ്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ബുദ്ധിമാൻ്റെ നെല്ല് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് പൊക്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം ഓപ്ഷൻ ബി PG തൃശ്ശൂരാണ്. ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപ്പിക് തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉൽപാദകർ. അടുത്ത ക്വസ്റ്റ്യൻ, പവിഴപ്പുറ്റുകൾ കടലിൽ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് അരുൺ അലോഷ്യസ് ആണ്. ഓപ്ഷൻ ഡി ആണ് അരുൺ അലോഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുണനിലവാരം നിലനിർത്തി സവോള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. BARC ബാർക്ക്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്?
താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂള്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണല്ലേ. താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപത്തിൻ്റെ SI യൂണിറ്റാണ് ഫാരൻഹീറ്റ്, തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റാണ് സെൽഷ്യസ്, തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. ഓപ്ഷൻ എ ആണ് 1 4. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. പവർ വാട്ട് ശരിയാണ്. പ്രവൃത്തി ജൂള് ശരിയാണ്. ഊർജ്ജം ജൂള് ശരിയാണ്. ബലം പാസ്കൽ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന ന്യൂനതകൾ ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടിയും പരിഹരിക്കാൻ പറ്റും, വെള്ളെഴുത്തും പരിഹരിക്കാൻ പറ്റും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ടൊവിനോ തോമസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ സി കോയമ്പത്തൂരാണ് 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അതിവിടെ ശരിയായിട്ടുള്ളത് എ ആണ് കേട്ടോ. നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണെന്ന് മാത്രമാണ് ഇവിടെ ശരി. ബാക്കി 2 എണ്ണവും തെറ്റാണ്. അടുത്തത്, അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് ഓപ്ഷൻ സി മലമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏതാണ്? ക്ഷയം BCG, ടെറ്റനസ് OPV, ഡിഫ്തീരിയ MMR, പോളിയോ DPD. ഇതിൽ DPT ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലൊന്ന് മാത്രമാണ് ശരി, ക്ഷയം BCG എന്നുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഓപ്ഷൻ ബി ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പക്ഷാഘാതമാണ് ഹീമോഫീലിയ. ജീവിതശൈലി രോഗമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ഡി ആണ്. ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ല. ബാക്കി ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം ഒക്കെ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി ഓപ്ഷൻ സി കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? ഓപ്ഷൻ ബി വവ്വാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വൈറസ് ആണ് കേട്ടോ. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതിയാണ് ഓപ്ഷൻ സി അലോപ്പതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഓപ്ഷൻ എ വിമുക്തി പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഓപ്ഷൻ സി മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. അടുത്തത്, ശൈശവവിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്. പൊൻവാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് ഓപ്ഷൻ ഡി മോഹൻലാൽ. ഓക്കെ. നമ്മളപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പർ 18ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് കാര്യമായി തന്നെ ഫോളോ ചെയ്ത് പോകുക. ഇതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഗുണം തന്നെയേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.